ഹലോ ഗൈസ്, നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾ മരിക്കും മുന്നേ കണ്ടിരിക്കേണ്ട ഒരുപാട് സിനിമകളുണ്ട്. സിനിമകൾ എപ്പോഴും കാലത്തെ അതിജീവിക്കും. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ സിനിമ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാലത്തെ അതിജീവിക്കുന്ന സിനിമ, അത്തരം സിനിമകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വെൽക്കം. ദ ഗോഡ് ഫാദർ, നമ്മുടെ മലയാളത്തിലെ ഗോഡ് ഫാദർ അല്ല, 1972 ഫ്രാൻസിസ് ഫോർഡ് കൊപ്പേള ഡയറക്റ്റ് ചെയ്ത മൂവി. ഗ്യാങ്സ്റ്റർ സിനിമകളുടെ തല തൊട്ടപ്പൻ. ഈ ലോകത്തെ ഏത് ഗ്യാങ്സ്റ്റർ സിനിമ ഇറങ്ങിയാലും ഗോഡ് ഫാദറിന്റെ ഇൻസ്പിറേഷൻ ഇല്ലാതെ ആ സിനിമ ഇറങ്ങില്ല. നമ്മുടെ കാർത്തിക് സുബ്ബരാജും മണിരത്നവും എല്ലാവരും ഇൻസ്പയർ ആയിരിക്കുന്ന മൂവി. ഈ സിനിമ ഒരു ഗ്യാങ്സ്റ്ററിന്റെ കഥ പറയുന്നതാണ്. പാരാമൗണ്ടിന്റെ പ്രൊഡക്ഷനിൽ മെർലിൻ ബ്രാൻഡോയും അൽ പാച്ചിനോയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മെർലിൻ ബ്രാൻഡോയാണ് ഇതിലെ ഗോഡ് ഫാദർ. 1972 ഇറങ്ങിയിട്ടും കാലത്തെ അതിജീവിച്ച് ഇന്നും ഒരുപാട് സിനിമാ പ്രേമികൾക്ക് ഇൻസ്പിറേഷനാണ്. ഗ്യാങ്സ്റ്റർ സിനിമയുടെ ഒരു ടെംപ്ലേറ്റ് ആണ് ഈ മൂവി. മരിക്കും മുമ്പ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഗോഡ് ഫാദർ. ഈ സിനിമ യുവ സംവിധായകർക്കും സിനിമാറ്റോഗ്രാഫർക്കും എഴുത്തുകാർക്കും എഡിറ്റേഴ്സിനും എല്ലാവർക്കും ഒരു മാസ്റ്റർ പീസ്, ഒരു സ്റ്റഡി ബുക്കാണ് ഗോഡ് ഫാദർ എന്ന ഈ മൂവി. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഗോഡ് ഫാദർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരിക്കൽ നിങ്ങൾ ഈ സിനിമ കണ്ടാൽ നിങ്ങൾ ഈ സിനിമ പിന്നെയും പിന്നെയും കാണും. ൽ ഫ്രാങ്ക് ഡൊറാംബോൺ സംവിധാനം ചെയ്ത ദ ഷോങ്ഷാങ് റിഡംഷൻ, പേര് കേട്ടാരും ഞെട്ടണ്ട ഒരു ജയിൽ ബേസ്ഡ് സിനിമയാണ്. താൻ ചെയ്യാത്ത കുറ്റത്തിന്, തൻ്റെ ഭാര്യയെ കൊന്നു എന്ന കുറ്റത്തിന് ജയിലിലാകുന്ന ആൻഡ്രൂ എന്ന കഥാപാത്രത്തെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണത്. ഈ 30 വർഷം എങ്ങനെ നമ്മളൊരു 2.5 മണിക്കൂർ സിനിമയ്ക്കകത്ത് ഒതുക്കാൻ പറ്റുക? അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരുന്നുണ്ട്. ഹോപ്പ്, പ്രതീക്ഷ. ജീവിതത്തിൽ പ്രതീക്ഷ എന്തുമാത്രം വിലപ്പെട്ടതാണ്, എന്തുമാത്രം ആവശ്യമുള്ളതാണ് എന്നത് ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ലോക സിനിമ കണ്ട ഏറ്റവും ഗംഭീരമായ ട്വിസ്റ്റ്, ജനങ്ങളെ ഞെട്ടിച്ച ട്വിസ്റ്റുള്ള സിനിമയും ഈ ഷോങ്ഷാങ് റിഡംഷനാണ്. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ മരിക്കും മുമ്പേ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ദ ഷോങ്ഷാങ് റിഡംഷൻ. ഹിച്ച്കോക്കിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മൂവി ദ സൈക്കോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. പലരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എന്ന് പറയുമ്പോൾ കാണാനൊരു മടി കാണിക്കും. നിങ്ങൾ അങ്ങനെ ഒരു മടി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരിക്കും. ഒരു ഹൊറർ മിസ്റ്ററി ജോണറിൽ വരുന്ന സിനിമയാണ് സൈക്കോ, ആ പേര് പോലെ തന്നെ. ഈ സിനിമയിൽ ഏറ്റവും ഫേമസ് ആയ ഒരു ഷവർ സീനുണ്ട്. സീൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് ഈ ലോകത്ത് ഇന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല എന്നൊരു മിസ്റ്ററി കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈ ലോകം കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഹിച്ച്കോക്കാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഹിച്ച്കോക്ക് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സീൻ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. 2 പേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ, ഈ സീനിനെ എങ്ങനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാം. അതിന് പുള്ളിക്കാരൻ തരുന്ന ഒരു ടിപ്പുണ്ട്. 2 പേർ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ അവരിരിക്കുന്ന ടേബിളിനടിയിൽ ഒരു ബോംബ് വെക്കുക. അപ്പോൾ ആ സീൻ ഇൻട്രസ്റ്റിംഗ് ആയി. ത്രില്ലിംഗ് സിനിമകളുടെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ഹിച്ച്കോക്കിന്റെ ഏറ്റവും മനോഹരവും ഏറ്റവും ത്രില്ലിംഗ് നിറഞ്ഞ മൂവിയാണ് സൈക്കോ. ഈ ഷവർ സീൻ ഞാൻ പറഞ്ഞതുപോലെ ഈ സീനിൽ ഒരാളെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ആ സീനിൽ ഒരു ഷോട്ടിൽ പോലും കുത്തുന്നതിൻ്റെ ഒരു ഷോട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കാഴ്ചയിലില്ലെങ്കിലും റിയാക്ഷനിലൂടെയും ക്യാമറ വർക്കിലൂടെയും ഏറ്റവും ഭീതിജനകമായ ഒരു സീൻ അദ്ദേഹം എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ മരിക്കും മുമ്പ് കാണേണ്ട മറ്റൊരു സിനിമയാണ് ദ സൈക്കോ. 1980 ഇറങ്ങിയ സ്റ്റാൻലി കുബ്രിക് മൂവി ദ ഷൈനിങ്. ഭയപ്പെടുത്താൻ നമുക്കൊരു പ്രേതത്തെ ആവശ്യമില്ല, രാത്രി ആവശ്യമില്ല. പെർഫോമൻസും ഗംഭീര തിരക്കഥയും ഉണ്ടെങ്കിൽ
നമുക്കൊരാളെ ഈസിയായി ഭയപ്പെടുത്താം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദ ഷൈനിങ്. ഒരു വലിയ ബംഗ്ലാവ്, ആ ബംഗ്ലാവിനകത്ത് താമസിക്കാൻ വരുന്ന ഒരു എഴുത്തുകാരനും അയാളുടെ ഭാര്യയും അവരുടെ മകനും, ഈ 3 കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് 2.25 മണിക്കൂറുള്ള സിനിമ എങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദ ഷൈനിങ് എന്ന പെർഫെക്ഷനിസ്റ്റിൻ്റെ, എന്ന മാസ്റ്റർ പീസ് ഡയറക്ടറുടെ ഏറ്റവും വലിയ ഗംഭീര സിനിമകളിൽ ഒന്നാണ് ദ ഷൈനിങ്. ഈ സിനിമയിലെ ഓരോ ഷോട്ടും, ഈ സിനിമയിലെ ഓരോ ഫ്രെയിമും അന്നേ വരെ ലോക സിനിമ കാണാത്ത തരത്തിലുള്ള മേക്കിംഗ് ആയിരുന്നു നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കണ്ടത്. ഭയം എന്ന വികാരം അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ നമ്മളിലേക്ക് എത്തിച്ച മൂവിയാണ് ദ ഷൈനിങ്. ജാക്ക് നിക്കോൾസൺ ആണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രകടനത്തിന് ഓസ്കാർ അടക്കം നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ, നിങ്ങൾ ഹൊറർ സിനിമകളുടെ ഒരു ആരാധകനാണെങ്കിൽ, അവരുടെ എല്ലാം തലതൊട്ടപ്പനായ, അവർക്കെല്ലാം ഇൻസ്പിറേഷനായ ഒരു മൂവിയാണ് 80-ൽ പുറത്തിറങ്ങിയ ദ ഷൈനിങ്. ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടു നോക്കൂ. ആരാണ് സ്റ്റാൻലി കുബ്രിക് എന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ഹൊറർ എന്നും നമുക്കറിയാൻ പറ്റും. ഈ 4 സിനിമകളിലൂടെ ഈ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. ബാക്കി സിനിമകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തും.